ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. പുതുവർഷം ആരംഭിക്കുന്നത് ജനുവരി മുതലാണ് എങ്കിലും നമ്മുടെ മലയാള മാസം ചിങ്ങമാസം 1-ാം തീയതി മുതലാണ് പുതുവത്സരം ആരംഭിക്കുന്നത്. ആണ്ടുപുറപ്പ് 1-ാം തീയതി എന്നാണ് നമ്മളൊക്കെ ഇവിടെയൊക്കെ പറയുന്നത്. അങ്ങനെ ചിങ്ങമാസം 1-ാം തീയതിയാണ് ഇന്ന് കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ കർഷകരെയൊക്കെ ആദരിക്കുന്ന ദിവസമാണ്. അതുപോലെ പുതിയ കർഷകർക്ക് അവർക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ പഴയ കർഷകർ നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന കർഷകർക്ക് ഇന്ന് ആദരവൊക്കെ ഗവൺമെൻറ് തലത്തിലൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. പക്ഷേ ഇന്ന് ഭയങ്കര മഴയാണ്. രാവിലെ മുതലേ മഴയാണ്. 2-3 ദിവസം കൊണ്ടേ മഴയാണ്. എങ്കിലും രാവിലെ അമ്പലത്തിലൊക്കെ പോയി പുതുവത്സരത്തിന് എല്ലാവരും ആദ്യത്തെ ദിവസമാണല്ലോ, നല്ല തിരക്കായിരുന്നു അമ്പലത്തിലൊക്കെ. അതുപോലെ ശബരിമലയിലൊക്കെ ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും. ഗുരുവായൂരും ശബരിമലയൊക്കെ ചിങ്ങമാസം 1-ാം തീയതിയല്ലേ, ഭയങ്കര തിരക്കായിരിക്കും. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കാണുമെന്ന് കരുതുന്നു. പിന്നെ ചിങ്ങമാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. നമ്മുടെ ദേശീയോത്സവം ഓണം വരുന്നത് ചിങ്ങമാസത്തിലാണ്. ഇപ്രാവശ്യം അല്പം താമസിച്ച് 14-ാം തീയതി, ചിങ്ങമാസം 14-ാം തീയതി 15-ാം തീയതി കണ്ട ഓണം വരുന്നത്. അതുപോലെ സെപ്റ്റംബർ 5-ാം തീയതിയാണെന്ന് തോന്നുന്നു തിരുവോണം വരുന്നത്. അതുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടാണ്. സാധാരണ ഓഗസ്റ്റിലാണ് എല്ലാ പ്രാവശ്യവും ഓണം വരുന്നത്. ഇപ്രാവശ്യം സെപ്റ്റംബറിലാണ് വരുന്നത്. ചിങ്ങമാസത്തിൽ ഒരു നല്ല വെയിലും എല്ലാ കൃഷിയുടെ കൊയ്ത്തൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോഴും. പക്ഷേ ഇപ്രാവശ്യം ആർക്കും കൊയ്യാൻ നിലവൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എങ്കിലും ഒരു ഭയങ്കര മഴയും ഒരു അടച്ച കൂട്ടിയ കാലാവസ്ഥയായിട്ടാണ് ഇപ്പോഴത്തെ ചിങ്ങമാസം പുലർന്നിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ മഴയും കൊണ്ട് മാറുന്നില്ല. പിന്നെ കൃഷിയൊന്നും അധികം ആർക്കും നെല്ലൊന്നും കൊയ്യാനില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പം കൊയ്ത്തിൻ്റെ സമയം കൂടെ ആകുമ്പോൾ നല്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും നെല്ലുണക്കാനും കൊയ്യാനും അതുപോലെ കറ്റയടിക്കാനും. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കൊച്ചുനാൾ ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കുള്ള സമയമാണ്. കൊയ്ത്ത് നടക്കുന്ന സമയത്തൊക്കെ എല്ലാ വീട്ടുകളിലും വളരെ തിരക്കായിരിക്കും. അമ്മമാർക്കൊക്കെ പിന്നെ കൊയ്ത്തുകൊണ്ട് വരുന്നതിനും മുറ്റം ഒരുക്കുന്നതും അതുപോലെ തന്നെ അത് കറ്റയടിക്കുന്നതും ഓണത്തിൻ്റെ തലേ ദിവസം വരെ കറ്റയടിയും പിന്നെ അതിൻ്റെ ബഹളമൊക്കെയാണ്. പിന്നെ നെല്ല് പുഴുങ്ങി കുത്താനുള്ളതിൻ്റെ ബഹളം ഓണത്തിലേക്ക്. പച്ച നെല്ല് വേറെ കുത്തണം. അങ്ങനെയൊക്കെ ഭയങ്കര ബഹളമാണ്. ഓണത്തിന് നല്ലൊരു വെയിലും ഇടയ്ക്കിടയ്ക്ക് വെയിലും ഒരു ചെറിയ മഴയൊക്കെ ഇടയ്ക്ക് വരികയും ചെയ്യും. എങ്കിലും ഓണം ആകുമ്പോഴത്തേനും എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു ബഹളം ആക്കി വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ കടയിൽ പോവുക, അരി മേടിക്കുക. പല ബ്രാൻഡുകളിലുള്ള അരിയുണ്ട്, അത് അവരവരുടെ പൈസയുടെ അനുസരിച്ച് മേടിക്കുക. അതുപോലെ ഗവൺമെൻറ് ഇഷ്ടംപോലെ അരി കൊടുക്കുന്നുണ്ട്. റേഷൻ കടകളിൽ വഴിയൊക്കെ ഇഷ്ടംപോലെ അരിയുണ്ട്, അതൊക്കെ വാങ്ങിക്കുക. ആർക്കും അങ്ങനെ പഞ്ഞമൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പഞ്ഞം, അമ്മുമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ ആ സമയത്തൊക്കെ നല്ല ആൾക്കാർക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓണത്തിനൊക്കെ ഈ നെല്ല് കൊണ്ടുവന്ന് പിന്നെ അരി പുഴുങ്ങി കുത്തിയൊക്കെ വെക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളില്ലാത്തത് കൊണ്ട് മഴ വലിയ ശല്യമായി തോന്നുന്നില്ല. പിന്നെ ചെറിയ കർഷകർക്ക് ഇപ്പം ഈ കൂടുതലും വാഴ കൃഷിയാണല്ലോ ഇപ്പം നടക്കുന്നത്. കപ്പ കൃഷി കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കൂടുതലും എലിയും പന്നിയൊക്കെ കൊണ്ടുപോകും. എല്ലാവരുടെ വയലിലും എലി ഇറങ്ങുന്നുണ്ട്. അതുപോലെ പന്നികളുടെ ശല്യം, കുരങ്ങിൻ്റെ ശല്യമൊക്കെയാണ് ഇപ്പോഴത്തെ കർഷകർക്ക് ഏറ്റവും വലിയ ശല്യമായിട്ട് തീർന്നിരിക്കുന്നത്. പിന്നെ വാഴ കൃഷിയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഓണമാകുമ്പം കുറച്ച് വാഴക്കൊലകളൊക്കെ വെട്ടി നല്ല പൈസയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷേ എല്ലാം മഴ കാരണം കുറേയൊക്കെ ഒടിഞ്ഞു പോകുന്നുണ്ട്, കാറ്റ് കാരണം ഒടിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നന്നായിട്ടത് ദൃഢത ആവാതെ പോകുന്നുണ്ട്. കായ്ക്കൊക്കെ വണ്ണം വെക്കുന്നതിന് മുമ്പേ അത് ഒടിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാർഷികമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് കുറേയൊക്കെ ഗവൺമെൻറ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്, കർഷകരെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അതും കൂടെ ഇല്ലാതാവും. എല്ലാം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുന്ന കർഷകർക്ക് എപ്പോഴും താങ്ങും തണലുമായിട്ട് നമ്മുടെ സർക്കാർ കൂടെ നിൽക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. പണ്ടത്തെ കണക്ക് ഓണത്തിന് വേണ്ടിയിട്ട് കൊലയൊക്കെ വറുക്കുന്നതൊക്കെ അപൂർവം കുറേ വീടുകളിലല്ലാതെ എല്ലാ വീട്ടുകളിലും വാങ്ങിക്കുകയൊക്കെയാണ്. പിന്നെ ഇപ്പം വെളിച്ചെണ്ണയുടെ വില കാരണം ആർക്കും ഒന്നും വറുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഓണമാകുമ്പോൾ അല്പം കുറയുമെന്നൊക്കെ പറയുന്നുണ്ട്, എങ്കിലും കുറയുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാനൊക്കെ തയ്യാറെടുത്തിരിക്കുന്ന അമ്മമാരൊക്കെ ഇപ്പോൾ വെളിച്ചെണ്ണ വില കേട്ട്
തകർന്നിരിക്കുകയാണ്. പിന്നെ പാം ഓയിലിലോ റിഫൈൻഡ് ഓയിലിലോ ഒക്കെ ഉണ്ടാക്കാം ചിപ്സൊക്കെ, വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉത്സവങ്ങൾക്കുണ്ടാകുന്ന ആ മാറ്റങ്ങളൊന്നും വലുതായിട്ട് ബാധിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. പിന്നീട് ഇനിയിപ്പോൾ അത്തപ്പൂക്കളമൊക്കെ ഇടുന്ന സമയമാകുമ്പോഴത്തേനും മഴ കുറയുമായിരിക്കും. അന്നേരം പൂക്കളൊക്കെ കുറേ കൂടെ ഇതാവുമായിരിക്കും. ഇപ്പം പൂവൊക്കെ പിടിക്കുന്ന മൊട്ടെല്ലാം അളിഞ്ഞ് പരലായി പോവുകയാണ് മഴയുടെ ശല്യം കാരണം. അതുപോലെ ചെടിയിലൊന്നും വലിയ പൂക്കളും ആയിട്ടില്ല. അത്തപ്പൂക്കളമാണല്ലോ ഓണത്തിലേക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ ഇനിയിപ്പോൾ ചെയ്യുമായിരിക്കും. പിന്നെ ഇപ്പോൾ സ്കൂളുകളും ഓഫീസുകളിലും ഒക്കെയാണ് ഓണം ആഘോഷിക്കുന്നത്. വീടുകളിൽ അങ്ങനെ അത്തപ്പൂക്കളം ഇടുന്നതൊക്കെ പതിവില്ല ഇപ്പം. പിന്നെ അപൂർവം ചില വീടുകളിലൊക്കെ ഇപ്പോഴും ആ പരമ്പരാഗത രീതിയിൽ അത്തം മുതൽ പൂ ഇടുന്നുണ്ട്. പിന്നെ അത് കുറച്ച് വീടുകൾ, നമ്മുടെയൊക്കെ കൊച്ചുനാളിലാണെങ്കിൽ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും അത്തപ്പൂക്കൾ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇട്ടിട്ടേ പോകത്തുള്ളായിരുന്നു. അന്ന് പിന്നെ സ്കൂളുകളിലൊന്നും വലുതായിട്ട് ഓണാഘോഷം ഇല്ലല്ലോ, വീടുകളിലായിരുന്നു. ഇപ്പോൾ സ്കൂളുകളിലും ട്യൂഷൻ സെൻ്ററുകളിലും അതുപോലെ ഓഫീസുകളിലും എല്ലായിടത്തും ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണത്തിൻ്റെ ആ ഓർമ്മ നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മഴ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ വഴിയോര കച്ചവടക്കാരെയൊക്കെയാണ്. അതുപോലെ വലിയ വലിയ തുണിക്കടകളിലൊക്കെ തിരക്കുണ്ട്. അവിടെ പിന്നെ മഴ ബാധിക്കുന്നില്ല. അവർക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയത്തില്ല. പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് മഴ വലിയ ശല്യമാകുന്നത്. പിന്നെ വഴിയോര കച്ചവടക്കാർക്കും ചെറിയ കച്ചവടക്കാർക്കുമൊക്കെയാണ് മഴ വലിയ ശല്യമായിട്ട് വന്നിരിക്കുന്നത്. ഓണത്തിൻ്റെ പർച്ചേസിങ്ങൊക്കെ ആൾക്കാർ തുടങ്ങി, ഒരുപാട് എല്ലാവരും വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഭയങ്കര തിരക്കാവുമല്ലോ. ഇനി എത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞാലും എല്ലാവരും തുണി വാങ്ങിക്കാൻ എല്ലാവരും മുന്നിട്ട് നിൽക്കും. പൈസ കടമെടുത്തായാലും അല്ല, പൈസ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം നമ്മുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് എല്ലാവർക്കും പുതിയ കോടിയൊക്കെ എടുക്കണമെന്നൊരു നിർബന്ധമുള്ള ആൾക്കാരാണ്. അത് കഴിവതും എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കാറുമുണ്ട്. അങ്ങനെ വസ്ത്ര വ്യാപാര മേഖലയിലാണ് കൂടുതലും ഓണാഘോഷം തകൃതിയായിട്ട് നടക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും കുറേയൊക്കെ മന്ദീഭവിച്ച രീതിയിലൊക്കെയാണ്. പിന്നെ അന്നെങ്കിലും എല്ലാവരും സെറ്റും മുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കേരളീയ തനതായ വേഷങ്ങളൊക്കെ ഇടാനുള്ള ശ്രമം നടത്തുന്നതും ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചിങ്ങം പുലർന്നു. പക്ഷേ മഴ കാരണം ചിങ്ങം പുലരിയൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴ തോരുമെന്ന് കരുതുന്നു. ഇപ്പം മുളകും മല്ലിയൊക്കെ പൊടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മുളകൊക്കെ മേടിച്ച് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. മഴ കാരണം ഒന്നും പറ്റുന്നില്ല. എൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. പിന്നെ എല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ച് ആഘോഷങ്ങളൊന്നും നമ്മൾ മാറ്റി വയ്ക്കേണ്ട. നമ്മുടെ തനതായ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുതന്നെ ചെറിയ രീതിയിലായാലും അത് നമ്മൾ നടത്തി സന്തോഷത്തോടെ എല്ലാവരും അതിൽ പങ്കെടുത്ത്, അതുപോലെ ബന്ധുക്കളൊക്കെ വരാൻ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളവർക്ക് ഓണത്തിന് എല്ലാവരും വരികയും അതിൽ പങ്കുചേരുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അങ്ങനെ ചിങ്ങമാസം എല്ലാം കൊണ്ടും വളരെ സന്തോഷപൂർണ്ണമായ ഒരു മാസമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ പിന്നെ കുട്ടികൾക്കിപ്പോൾ എക്സാം തുടങ്ങുന്ന സമയമാണ്. ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങും, നാളെ മുതൽ. അപ്പോൾ പരീക്ഷയുടെ ചൂടും കുട്ടികൾക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഓണത്തിൻ്റെ തുണിയെടുപ്പും ബഹളവും ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു കാലാവസ്ഥ നല്ല അനുകൂലമായി വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് മഴ കുറച്ചൊക്കെ ശക്തി കുറയുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഓണം വെള്ളത്തിലായത് തന്നെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഓണമായി മാറുമോ എന്നൊരു പേടിയുണ്ട്. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും റെഡ് അലർട്ടും ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരാഴ്ചയും കൂടെയൊക്കെ മഴ ഇങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് മഴ മാറുമായിരിക്കും. എന്തായാലും മഴ മാറുമെന്നൊരു പ്രതീക്ഷയോടെ നമുക്ക് ഇരിക്കാം. അങ്ങനെ ചിങ്ങപ്പുലരിയിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ എല്ലാവർക്കും ഒന്നും കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, നല്ല ആക്റ്റീവായിട്ടിരിക്കുക. അതുപോലെ എല്ലാ കാര്യത്തിലും നല്ല ഊർജ്ജസ്വലരായി ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യുക. ഇങ്ങനെ ചടഞ്ഞു കൂടി വയ്യ എന്നൊന്നും പറഞ്ഞിരിക്കാതെ എല്ലാവരും നല്ല ഊർജ്ജസ്വലരായിട്ട് നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി മറ്റൊരു വിഷയമായി നാളെ കാണാം. ബൈ.